ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ അലീന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതുപുത്തൻ സ്റ്റോറി ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് തുടങ്ങാം. നമ്മുടെ കഥാനായികയുടെ പേര് അനസൂയ. മനോഹരമായ പേരാണല്ലേ? പേര് പോലെ തന്നെ അതീവ സുന്ദരിയാണ് നമ്മുടെ കഥാനായിക. അനു എന്നെല്ലാവരും വിളിക്കും. ഈ സുന്ദരിയെ കാണണമെങ്കിൽ ഒന്ന് സ്ക്രീനിലേക്ക് നോക്കിക്കേ. എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? ഇനി കഥയിലേക്ക് പോവാം. ആദ്യത്തെ പ്രസവം കഴിഞ്ഞപ്പോൾ അനസൂയ അല്പം തടിച്ചിരുന്നു. പക്ഷേ രണ്ടാമത്തെ കുട്ടിക്ക് ശേഷം തടി കുറയ്ക്കാൻ തീരുമാനിച്ചു. ഡയറ്റും വീട്ടിലെ വർക്കൗട്ടും ഒക്കെ ആയപ്പോൾ തടിയൊക്കെ കുറഞ്ഞു. ശരീരം നല്ല ഷേപ്പായി മാറി. ഇപ്പോൾ കണ്ട 34 വയസ്സായി എന്നാരും പറയില്ല. ആദ്യ പ്രസവത്തിന് ശേഷം മാറ്റി വെച്ചിരുന്ന പല ഡ്രസ്സുകളും ഇപ്പോൾ വീണ്ടും ഇടാൻ പറ്റിയതിൽ അനുവിന് നല്ല സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സ്റ്റൈലിഷ് ആയാണ് എപ്പോഴും പുറത്തിറങ്ങുക. സ്ലീവ്ലെസ് ചുരിദാറൊക്കെ ഇട്ട് വീട്ടിൽ നിൽക്കുമ്പോൾ അതിഥികൾ പോലും തൻ്റെ കണ്ണുകൾ കൊണ്ട് തലോടുന്നത് അവൾ ശ്രദ്ധിക്കാറുണ്ട്. അവൾക്കതെല്ലാം ഇഷ്ടമാണ്. ഇത്രയും സൗന്ദര്യമൊക്കെ ഉണ്ടായിട്ട് ആരും നോക്കിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ്? അനസൂയയും ഭർത്താവ് ഭരത്തും പിന്നെ 2 മക്കളും ടൗണിനടുത്ത് തന്നെയാണ് താമസം. ഭരത്തിന് തുണിയുടെ ബിസിനസ്സാണ്. അനസൂയയോടും മക്കളോടും നല്ല സ്നേഹമാണ്. എന്നിരുന്നാലും പുള്ളി ഒരു കൺസർവേറ്റീവ് വ്യക്തിയാണ്. എപ്പോഴും കാശ് എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ എന്ന് അനസൂയയ്ക്ക് തോന്നാറുണ്ട്. കാശുണ്ടാക്കാനാണെങ്കിൽ അവൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഭരത്തിൻ്റെ കൂടുതൽ ശ്രദ്ധയും കയ്യിലെ കാശ് പോകാതെ സൂക്ഷിക്കുന്നതിലാണ് എന്നവൾക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ബിസിനസ്മാൻ ആണെങ്കിലും റിസ്ക് എടുക്കുന്നതിൽ യാതൊരു താല്പര്യവുമില്ല. ഇടയ്ക്കൊക്കെ അനു പുള്ളിയെ ഒന്ന് ഉപദേശിക്കാൻ നോക്കിയതാണ്. പക്ഷേ അദ്ദേഹത്തിന് ദേഷ്യം വന്നു എന്നല്ലാതെ അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടായില്ല. വല്ലാതെ ഉപദേശിക്കാൻ പറ്റുകയുമില്ല. ഭയങ്കര ദേഷ്യക്കാരനാണ്. ചിലപ്പോൾ തല്ലുക വരെ ചെയ്യും. വഴക്ക് കൂടി ജയിക്കാൻ പറ്റാതെ വരുമ്പോൾ ഭരത് കയ്യൂക്ക് കൊണ്ടാണ് ജയിക്കാറ്. ഒരിക്കൽ കരണത്തടിച്ചിട്ട് 3 ദിവസം അനസൂയ പനിച്ചു കിടന്നു. അവസാനം അയാളുടെ വാദം അംഗീകരിച്ച് കൊടുത്തപ്പോഴാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അയാൾ തയ്യാറായത്. പോരാത്തതിന് വഴക്കിന് ശേഷം കുറേ ദിവസത്തേക്ക് വാക്കുകൊണ്ടും നോക്കുകൊണ്ടും അവളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. മിണ്ടാൻ പോലും പറ്റില്ല. അതുകൊണ്ട് തന്നെ വല്ലാതെ തർക്കിക്കാൻ അനസൂയ ധൈര്യപ്പെടാറില്ല. ഭരത്തിൻ്റെ മുരട്ട് സ്വഭാവം കാരണം എല്ലാം വിട്ടിട്ട് പോയാലോ എന്ന് ചിലപ്പോഴൊക്കെ അനസൂയയ്ക്ക് തോന്നാറുണ്ട്. പക്ഷേ മക്കളെ ഓർത്തും അച്ഛനമ്മമാരെ ഓർത്തും എല്ലാം ക്ഷമിച്ച് അനസൂയ തന്നെ ഒതുങ്ങാറാണ് പതിവ്. ശാന്തമായിരിക്കുന്ന സമയത്ത് വലിയ സ്നേഹമാണ് താനും. കയ്യിൽ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടെങ്കിലും ഭരത് അനുവിന് വേണ്ടി കൂടുതലൊന്നും സ്പെൻഡ് ചെയ്യാറില്ല. ഭയങ്കര പിശുക്കാണ്. കുട്ടികൾക്ക് പോലും എന്തെങ്കിലും വേണമെങ്കിൽ കുറേ പറയണം. അതിൻ്റെ നിരാശയും അവളിലുണ്ട്. പക്ഷേ ഭർത്താവിൻ്റെ നിഴലിൽ ഒതുങ്ങിത്തീരാനൊന്നും അവൾക്ക് താല്പര്യമില്ല. എങ്ങനെയെങ്കിലും വല്ല ചില്ലറയും സംഘടിപ്പിക്കാൻ അവൾ അവളുടേതായ വഴികൾ ആലോചിക്കാറുണ്ട്. വീടിന് വടക്ക് വശത്തായി ഒരു ചെറിയ കുളം അവൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വീട്ടിൽ വേലയ്ക്ക് വരുന്ന പരമുവിനെ കൊണ്ട് ആ കുളം അവൾ വൃത്തിയാക്കി അതിൽ മീൻ വളർത്തുന്നുണ്ട്. 1 കിലോഗ്രാം ഭാരം വരുന്ന മീനുകളെ ഇടയ്ക്കിടയ്ക്ക് പരമുവിനെ കൊണ്ട് തന്നെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽപ്പനയ്ക്ക് കൊടുക്കാറുണ്ട്. ഓണമാകുമ്പോൾ വീടിൻ്റെ പിൻഭാഗത്തായി മഞ്ഞയും ഓറഞ്ചും മല്ലികപ്പൂക്കൾ ഉണ്ടാക്കി ടൗണിൽ കൊണ്ടുപോയി വിൽപ്പനയ്ക്ക് വെക്കാറുണ്ട്. ഇങ്ങനെ ചെറിയ തോതിൽ തനിക്കായി എന്തെങ്കിലും വരുമാനം കണ്ടെത്താൻ അനു എപ്പോഴും ശ്രമിക്കാറുണ്ട്. തൻ്റെ കസിൻ്റെ കല്യാണത്തിന് നല്ലൊരു ലെഹങ്ക അവൾ കണ്ടുവച്ചിരുന്നു. പക്ഷേ ഭരത് അതിൻ്റെ വില കേട്ട് ഞെട്ടി. ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല, ഒരു കല്യാണത്തിന് ഇത്രയും വിലയുള്ള ലെഹങ്കയോ? അദ്ദേഹം ചോദിച്ചു. ഇത് ലെഹങ്ക അല്ല, അഹങ്കാരമാണ്. 2 കുട്ടികളായില്ലേ, ഇനി അല്പം അഡ്ജസ്റ്റ്മെൻറ്റിൽ ജീവിക്കാം, ഭരത് പറഞ്ഞു നിർത്തി. വേറെ ഒരു വഴിയുമില്ലാത്തതുകൊണ്ട് അനസൂയ തൻ്റെ ആഗ്രഹത്തെ മൂടി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അവളുടെ ഫ്രണ്ടായ ജിൻസി ഒരു വെഡ്ഡിംഗ് റിസപ്ഷന് ധരിച്ച ലെഹങ്ക കണ്ട് അനസൂയ പിന്നെയും പ്രലോഭിതയായി. അന്ന് വൈകുന്നേരം ജിൻസിയോട് സംസാരിച്ചു. എടി സൂപ്പറാ, വിവാഹത്തിന് വന്ന ആൾക്കാർ നമ്മളെ തന്നെ നോക്കിയിരിക്കുന്നത് കാണുമ്പോൾ ഒരു ഫീലുണ്ട്. എത്ര പേരാന്നറിയോ? ഫുൾ ഫാൻസാണ് എനിക്കിപ്പോൾ. ലേശം വയറൊക്കെ കാണിച്ചില്ലെങ്കിൽ പിന്നെ എന്താ ഒരു രസം. ശരിക്കും അടിച്ചു പൊളിച്ചു.
ജിൻസിയുടെ ആവേശമെല്ലാം അവളുടെ ശബ്ദത്തിലുണ്ട്. കസിൻ്റെ കല്യാണം വരുന്നുണ്ട്, എനിക്കും ഇങ്ങനെ ഒരു ലെഹങ്ക ധരിച്ച് ഷൈൻ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ അനു പറഞ്ഞു, എടി നിനക്ക് നന്നായി ചേരും, നീ എന്നേക്കാൾ മെലിഞ്ഞിട്ടാണല്ലോ, നല്ല ഷേപ്പുമുണ്ട്, ഇട്ടാൽ സൂപ്പറാകും. ആരെയും കൊതിപ്പിക്കാനോ രസിപ്പിക്കാനോ ഒന്നുമല്ല, എൻ്റെ സ്വന്തം ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്, അനസൂയ പറഞ്ഞു. അത് തന്നെ അടി മോളെ ഞാനും പറയുന്നത്, ജിൻസി തലകുലുക്കി. പിന്നെ നിൻ്റെ മുടി ഒന്ന് ചെറുതായിട്ട് ഷോർട്ട് ചെയ്താൽ മതി, നിൻ്റെ കഴുത്തൊക്കെ ഒന്ന് തെളിഞ്ഞ് കാണട്ടെ. അങ്ങനെ ഒരു പ്ലാനും ഉണ്ട്, അനസൂയ ആവേശത്തിലായി. എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട മോളെ. ജിൻസിയുടെ വാക്കുകൾ കൂടി കേട്ടപ്പോൾ അനസൂയ മനസ്സിലുറപ്പിച്ചു, ലെഹങ്ക തന്നെ. കല്യാണം നടന്നു. ലെഹങ്ക ധരിച്ച് അനസൂയ കല്യാണത്തിലെ മെയിൻ അട്രാക്ഷനായി മാറി. ജിൻസി പറഞ്ഞതുപോലെ ആളുകൾ അവളെ കണ്ണെമ്മ തെറ്റാതെ നോക്കി നിന്നു. ആളുകളുടെ, പ്രത്യേകിച്ച് പുരുഷന്മാരുടെ നോട്ടം കണ്ട് പലപ്പോഴും അവൾ ചൂളിപ്പോയി. പക്ഷെ അതിനേക്കാളും തന്നെപ്പറ്റി അഭിമാനം തോന്നുകയും ചെയ്തു. നല്ല ഗാംഭീര്യത്തോടെയും തലയെടുപ്പോടെയും തൻ്റെ ശരീരം അതിൻ്റെ പൂർണ്ണ മികവിലും വടിവിലും എന്നാൽ സഭ്യമായ രീതിയിൽ അവൾ പ്രദർശിപ്പിച്ചു. 2 കുട്ടികളുടെ അമ്മയാണ് അവളെന്ന് പലർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കല്യാണത്തിന് ഫോട്ടോ എടുക്കാൻ വന്ന ഫോട്ടോഗ്രാഫർമാർ പലപ്പോഴും വരനെയും വധുവിനെയും തടഞ്ഞ് തനിക്ക് ചുറ്റും ക്യാമറ കണ്ണുകളുമായി വട്ടമിടുന്നത് അവൾ ശ്രദ്ധിച്ചു. ഫോട്ടോ എടുക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ എൻ്റെ ഫോട്ടോ എനിക്ക് തന്നെ വേണം എന്നവൾ പറഞ്ഞപ്പോൾ അവർക്ക് ഉത്സാഹമായി. നിറയെ ഫോട്ടോസ് എടുത്തു. അവളുടെ ഫോൺ നമ്പറും മേടിച്ചു. രാത്രി 11 മണി ആവുന്നതിന് മുമ്പ് അവൾക്ക് അവളുടെ ഫോട്ടോസ് വാട്സാപ്പിൽ ലഭിച്ചു. ചേച്ചിയുടെ ഫോട്ടോയാണ് ഞങ്ങൾ ആദ്യം ചെയ്തത്, ബാക്കിയുള്ള ഫോട്ടോസൊക്കെ പിന്നെ, ഫോട്ടോഗ്രാഫർ പയ്യൻ പറഞ്ഞു. ഒരു ഉമ്മ സെൽഫി തിരിച്ചു വിട്ടു. സന്തോഷമാകട്ടെ, അവൾ കരുതി. കല്യാണം കഴിഞ്ഞതോടുകൂടി അനസൂയ പാപ്പരായി. കാരണം ലെഹങ്ക വാങ്ങാനായി തൻ്റെ മീൻകുളം വറ്റിച്ച് മുഴുവൻ മീനുകളെയും വിൽക്കേണ്ടി വന്നു അവൾക്ക്. ഒരു ലിപ്സ്റ്റിക് വാങ്ങണമെങ്കിൽ പോലും ഭർത്താവിനോട് ചോദിക്കേണ്ട അവസ്ഥയായി. അപ്പോഴാണ് തൻ്റെ കൂടെ പണ്ട് പഠിച്ച അനിതയുടെ വാട്സാപ്പ് സ്റ്റാറ്റസിലെ ഒരു ഫോട്ടോയിൽ അവളുടെ ശ്രദ്ധ പതിച്ചത്. അനിത ഒരു ഫംഗ്ഷനിൽ അതിഥികളിൽ ഒരാളായി നിൽക്കുന്ന ഫോട്ടോയായിരുന്നു അത്. സംസാരിച്ചപ്പോൾ അനിത പറഞ്ഞത് അവൾ ഇപ്പോൾ ബിസിനസ് ചെയ്യുകയാണെന്നാണ്. 1 ലക്ഷമായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തത്. ചെറിയ തോതിൽ തുടങ്ങിയ പരിപാടിയാണ്. പുതിയ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ ഗവൺമെൻറ് സംഘടിപ്പിച്ച പരിപാടിയിൽ അനുമോദനമൊക്കെ ലഭിച്ചു. നല്ല ആവേശത്തിൽ നിൽക്കുകയാണ് അനിത. 1 ലക്ഷത്തിൻ്റെ പ്രൊഡക്ട്സ് വീട്ടിലേക്ക് കൊറിയറായി വരും. പല ഓൺലൈൻ സൈറ്റുകളിലും വരുന്ന ഓർഡറുകൾ അവർ നമുക്ക് ഫോർവേഡ് ചെയ്യും. അതവർ പറയുന്നത് പോലെ ക്വാണ്ടിറ്റി തിരിച്ച് പാക്ക് ചെയ്ത് വിട്ടാൽ മതി. ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. ആദ്യത്തെ തവണ കാശ് ഇറക്കുന്നു എന്നല്ലാതെ വേറെ റിസ്ക് ഒന്നുമില്ല. ഇത് കേട്ടപ്പോൾ തന്നെ അനുവിന് മനസ്സിലായി, ഇത് തനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പണിയാണ്. 1 ലക്ഷം രൂപയ്ക്ക് എത്ര വരുമാനം കിട്ടും? അവൾ ചോദിച്ചു. 1 ലക്ഷം രൂപയ്ക്ക് 1/4 ലക്ഷം രൂപയൊക്കെ കമ്മീഷൻ കിട്ടും. പക്ഷേ 1 ലക്ഷം രൂപയ്ക്ക് അധികം പ്രൊഡക്ട്സ് ഒന്നും നമുക്ക് വരുത്താൻ കഴിയില്ല. കൂടുതൽ പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കാര്യം നടക്കും. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അനിതയുടെ ഹസ്ബൻഡ് ഗൾഫിലാണ്. അവിടെ വലിയ മെച്ചമുള്ള ജോലിയൊന്നുമല്ല. പറമ്പിലെ മരം വിറ്റ കാശ് അവളെ ഏൽപ്പിച്ചതായിരുന്നു ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്. അനിതയുടെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോസ് കൂടി കണ്ടപ്പോൾ അനസൂയയ്ക്ക് അവളോടുള്ള മതിപ്പ് പിന്നെയും വർദ്ധിച്ചു. എന്തൊരു മാറ്റമാണ് അനിതയ്ക്ക്! തൻ്റെ അത്രയും ഭംഗിയൊന്നുമില്ല, കഴിവുമില്ല, എന്നിട്ടും ഫംഗ്ഷനുകളിൽ നിറഞ്ഞു നിൽക്കുകയാണവൾ. ഗേൾസ് എന്ത് ഹാപ്പി ആയിട്ടാണ് അവളുടെ കൂടെ നിൽക്കുന്നത്. അവളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് തന്നെ എന്തോ ഭാഗ്യമാണെന്നൊരു തോന്നൽ അവരുടെ എല്ലാം മുഖത്തുണ്ട്. അനിതയുടെ വാക്കുകൾ കേട്ടപ്പോൾ അനസൂയ ഒരു കാര്യം മനസ്സിലുറപ്പിച്ചു. ഇനി ഭർത്താവിൻ്റെ മുമ്പിൽ കൈനീട്ടേണ്ട ആവശ്യമില്ല. 1 ലക്ഷം രൂപയുടെ സാധനങ്ങൾ പാക്ക് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ ചുരുങ്ങിയത് 1/4 ലക്ഷം രൂപ കിട്ടും. 2 മാസത്തിനകം 2-3 ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഈസി ആയിട്ട് വിൽക്കാൻ പറ്റുമെന്നാണ് അനിത പറഞ്ഞത്. എൻ്റെ കൂടെയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പരമം ഉണ്ടല്ലോ. പക്ഷേ മൂലധനം കയ്യിലില്ല എന്നതായിരുന്നു പ്രശ്നം. ലോൺ എടുക്കാം, പേഴ്സണൽ ലോണൊക്കെ ഈസി ആയിട്ട് കിട്ടും, അനിത പറഞ്ഞു. അടുത്ത ദിവസം തന്നെ അനസൂയ ബാങ്കിലേക്ക് പോയി ലോൺ കിട്ടുമോ എന്നറിയാൻ.
നന്നായി മേക്കപ്പൊക്കെ ഇട്ട് ഒരു സിനിമ സ്റ്റാറിനെ പോലെയാണ് പോയത്. ലുക്ക് മാത്രമേ ഉള്ളൂ, അത് കണ്ടിട്ടെങ്കിലും ലോൺ കിട്ടട്ടെ അവൾ കരുതി. മാനേജർ ഒരു ചെറുപ്പക്കാരനായിരുന്നു. അയാൾക്ക് തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് അയാളുടെ നോട്ടം കണ്ടപ്പോൾ അനസൂയയ്ക്ക് മനസ്സിലായി. പക്ഷെ അതുകൊണ്ട് കാര്യമുണ്ടായില്ല. ഇത് മാർച്ച് മാസമാണ് മാഡം. സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് കൊണ്ട് ഈ മാസം ഞങ്ങൾ ലോൺ കൊടുക്കുന്നില്ല. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് മെയ് മാസത്തിലാണ് ഞങ്ങൾ ലോൺ കൊടുക്കാൻ തുടങ്ങുക. അപ്പോൾ തീർച്ചയായും തരാം, മാനേജർ പറഞ്ഞു. നിരാശയോടെ അനു വീട്ടിലേക്ക് മടങ്ങി. മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ ആയാൽ 2 കല്യാണങ്ങൾ കൂടിയുണ്ട്. സ്കൂൾ അടച്ച് വെക്കേഷൻ ആകുന്ന സമയമാണ്. എല്ലാവരും കല്യാണത്തിന് വേണ്ടി നോക്കി വെക്കുന്നത്. ഒരുപാട് കല്യാണങ്ങൾ കൂടാനുണ്ട്. കയ്യിലാണെങ്കിൽ 5ൻ്റെ പൈസയില്ല. ദിവസങ്ങൾ കഴിയുന്തോറും അനു ആകെ ടെൻഷനിലായി. ഭരത്തിനോട് പറഞ്ഞു നോക്കി. 1-2 രാത്രി അവൾ ബെഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളിക്കാരനെ മയക്കാൻ നോക്കി. പക്ഷെ അവളുടെ മേലെ കിടക്കുമ്പോഴും ഫോണിലെങ്ങാനും വല്ല മെസ്സേജും വന്നാൽ പുള്ളിയുടെ ശ്രദ്ധ അങ്ങോട്ടേക്കായി. പിന്നെ ഒരു ദിവസം രാത്രി അനസൂയയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു. നല്ല മൂഡായി വന്നതായിരുന്നു. പെട്ടെന്നൊരു ഫോൺ വന്നു. ഉടനെ ഭരത്ത് എല്ലാം നിർത്തി എണീറ്റിരുന്നു ഫോൺ എത്തിപ്പിടിക്കാൻ. പിന്നെ 10 മിനിറ്റ് നേരം സംസാരിച്ച് ഫോണൊക്കെ വെച്ചിട്ടാണ് അയാൾ അവളെ നോക്കിയത്. അപ്പോഴേക്കും അനു ബെഡിൻ്റെ അങ്ങേ സൈഡിൽ ഉറങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു. അവൾക്കറിയാം ഫോൺ വിളി കഴിയുമ്പോഴേക്കും ഭരത്തിൻ്റെ ശ്രദ്ധയെല്ലാം മാറിക്കാണുമെന്ന്. കുറച്ചു കഴിഞ്ഞ് ഭരത്ത് വെള്ളം ചോദിച്ചപ്പോൾ അവൾ ദേഷ്യം മറച്ചു വെച്ചില്ല. എല്ലാം തന്നെ അങ്ങ് ചെന്ന് ചെയ്താൽ മതി, പൊക്കോണം അവിടുന്ന്, അവൾ ഒച്ച വെച്ചു. അടുത്ത ദിവസം വീണ്ടും അവൾ ഒരു തവണ കൂടി ശ്രമിക്കാമെന്ന് തീരുമാനിച്ചു. ഭരത്തിൻ്റെ അടുത്ത് ചേർന്ന് കിടന്ന് അദ്ദേഹത്തിന് സന്തോഷം നൽകാനുള്ള ശ്രമം ആരംഭിച്ചു. ഭരത്ത് അവളെ നോക്കി ചിരിച്ചു. എന്തൊക്കെയോ വേണമെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ആക്കിച്ചിരി അവഗണിച്ചുകൊണ്ട് അനു വന്ന കാര്യം നിറവേറ്റി. തലയാണ മന്ത്രം വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവൾ മൃദുവായി പറഞ്ഞു, ചേട്ടാ, എൻ്റെ മീൻകുളമെല്ലാം വറ്റിപ്പോയി. കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ ഇറക്കാൻ കാശ് വല്ലതും ഉണ്ടാവുമോ? അവൾ വിഷയം അവതരിപ്പിച്ചു. ഈ ചൂടത്താണോ നിനക്ക് മീൻ കൃഷി? അതൊന്നും ഇപ്പം ശരിയാവില്ല, നീ മിണ്ടാതെ പോയേ. ഭരത്തിൻ്റെ മറുപടി നിരാശപ്പെടുത്തുന്നതായിരുന്നു. മിഷൻ ഫെയിൽഡ്. പതിയെ അവൾ തിരിഞ്ഞു കിടന്നു. അല്ലാതെ എന്ത് ചെയ്യാൻ? അല്പം കഴിഞ്ഞ് ഭരത്തിൻ്റെ കൂർക്കം വലി അവൾ കേട്ടു. അതോടെ അവളുടെ ഉറക്കം പോയി. എങ്ങനെ കുറച്ച് കാശുണ്ടാക്കും? ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് അനു അങ്ങനെ കിടന്നു. അടുത്ത ദിവസം അവൾ അനിതയെ വിളിച്ച് കാര്യം പറഞ്ഞു. ഒരു രക്ഷയുമില്ലടോ, എൻ്റെ ചേട്ടൻ വഴങ്ങുന്നില്ല. എന്നാൽ പിന്നെ വേറെ ആരോടെങ്കിലും കടം മേടിച്ചൂടെ? 1,00,000 രൂപയൊക്കെ ആര് കടം തരും? സ്ത്രീകൾ ചോദിച്ചാൽ ഇഷ്ടം പോലെ തരുന്ന ആളുകളുണ്ട്. അത് കേട്ട് അനസൂയ ചിരിച്ചു. മറ്റേ പണി ചെയ്യേണ്ടി വരും. അതൊന്നും വേണ്ടെന്നേ. പിന്നെ നീ നന്നായി സോപ്പിട്ടാൽ മതി. നിന്റെ ഈ ഗ്ലാമറിൽ വീഴാത്ത ആണുങ്ങളൊന്നും ഈ നാട്ടിലില്ല പൊന്നെ. അപ്പോൾ അത് ചിരിച്ചു തള്ളിയെങ്കിലും അനസൂയ പിന്നീട് അതിനെപ്പറ്റി ആലോചിച്ചു. അങ്ങനെയൊക്കെ നടക്കുമോ? നടക്കുമെങ്കിൽ തന്നെ ആരെയാണ് അങ്ങനെ ചിരിച്ചു മയക്കാൻ പറ്റുക? ആരായാലും ഭരതേട്ടൻ അറിയാതെ വേണം പൈസ മേടിക്കാൻ. അറിഞ്ഞാൽ ചേട്ടൻ തന്നെ കൊല്ലും. തിരിച്ചും മറിച്ചും ആലോചിച്ചപ്പോൾ ഇതല്ലാതെ വേറെ മാർഗമൊന്നുമില്ലെന്ന് അനസൂയയ്ക്ക് തോന്നി. കാശ് കടം ചോദിക്കാനുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് തന്നെ അവൾ അടുത്ത ദിവസം തയ്യാറാക്കി. ഒന്ന് ടൗണിൽ ഫ്ലോർ മിൽ നടത്തുന്ന സണ്ണിയാണ്. അദ്ദേഹം ഭരതേട്ടൻ്റെ സുഹൃത്തുമാണ്. തന്നോട് നല്ല ഫ്രണ്ട്ലിയാ. തൻ്റെ പേഴ്സണൽ കാര്യത്തിന് സമീപിക്കുന്നതിൽ തെറ്റൊന്നും ഉണ്ടാവില്ല. പിന്നെ സിമൻറ്റ് ബ്ലോക്കുകൾ നിർമ്മിച്ച് വിൽക്കുന്ന ജയറാമാണ്. നല്ല കട്ട താടിയൊക്കെ വെച്ച് ഹാൻഡ്സമായി നടക്കുന്ന അദ്ദേഹം തന്നെ ഒളിക്കണ്ണുകളാൽ വീക്ഷിക്കുന്നത് അനസൂയ പലപ്പോഴും കണ്ടിട്ടുണ്ട്. 1,00,000 രൂപയൊക്കെ തനിക്ക് വേണ്ടി 1-2 മാസത്തേക്ക് മാറ്റിവെക്കാൻ അദ്ദേഹത്തിന് മടിയൊന്നും കാണില്ല. അവൾ കണക്ക് കൂട്ടി. 3-ാമത്തെ ആൾ മൻസൂർ. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്മാനാണ്. തങ്ങളുടെ പറമ്പിന് പിറകിലുള്ള റോഡിൻ്റെ അപ്പുറത്തെ സ്ഥലം വാങ്ങിക്കാൻ വന്നപ്പോഴാണ് കക്ഷിയെ ആദ്യമായി പരിചയപ്പെടുന്നത്. സ്ഥലം വേറെ ആളുകൾ റാഞ്ചിയെങ്കിലും ഭരതേട്ടൻ്റെ സുഹൃത്തായി മാറിയ പുള്ളി ഇടയ്ക്കിടെ വീട്ടിൽ വരും. കുട്ടികൾക്ക് കിൻഡർ ജോയ് കണ്ടാണ് എല്ലായ്പ്പോഴും വരിക.
അതുകൊണ്ട് തന്നെ കുട്ടികളുമായി നല്ല സൗഹൃദമാണ്. വീടിൻ്റെ അടുക്കള വരെ കയറി വരും. പക്ഷേ ഏറ്റവും വലിയ പേടി എന്താണെന്ന് വെച്ചാൽ, പുള്ളിയോട് കാശ് ചോദിച്ചാൽ പുള്ളി ചിലപ്പോൾ നേരെ ഭരതേട്ടനോട് പറയും. അതോടെ തീർന്നു എല്ലാം. 2 ദിവസം കഴിഞ്ഞ് ടൗണിലേക്ക് പോയ അനസൂയ ഫ്ലോർ മില്ല് സന്ദർശിച്ചു. അവളെ കണ്ട് സണ്ണി എണീറ്റു. എന്താ ഇന്ന് പരമു വീട്ടിലില്ലേ? അനുവിന് ഇവിടെ വരേണ്ട ആവശ്യമുണ്ടോ? സണ്ണി ചോദിച്ചു. ഞാൻ മില്ലിലേക്ക് വന്നതല്ല, സണ്ണിയെ കാണാൻ വന്നതാ, അനു പറഞ്ഞു. സണ്ണിയുടെ കണ്ണുകൾ വികസിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. ആണോ, എങ്കിൽ ഇരിക്ക്, ഞാൻ ചായ പറയാം. അനസൂയ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും സണ്ണി ചായയ്ക്ക് പറഞ്ഞു. 1ഉം 2ഉം പറഞ്ഞിരിക്കുമ്പോഴേക്കും ചായ വന്നു. ചായ കുടിക്കുമ്പോൾ സണ്ണിയുടെ കണ്ണുകൾ തൻ്റെ അധരങ്ങളിൽ തന്നെ തങ്ങി നിൽക്കുന്നത് അനു കണ്ടു. ആദ്യം അവൾക്ക് വല്ലായ്മ തോന്നിയെങ്കിലും പിന്നെ ആവശ്യം തൻ്റേതാണല്ലോ എന്നോർത്ത് അവനെ നോക്കി മന്ദഹസിച്ചു. ചായ നല്ലതാണോ? സണ്ണി ചോദിച്ചു. അതെ, നല്ലതാ, അനസൂയ പുഞ്ചിരിയോടെ പറഞ്ഞു. അവൾ കപ്പ് താഴെ വയ്ക്കും വരെ സണ്ണിയുടെ കണ്ണുകൾ അവളുടെ മുഖത്തും ചുണ്ടുകളിലും തന്നെയായിരുന്നു. അനസൂയ വന്ന കാര്യം പറഞ്ഞില്ല. സണ്ണി ഓർമ്മിപ്പിച്ചു. എനിക്ക് കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ട്. എൻ്റെ മീൻകുളം റിനോവേറ്റ് ചെയ്യാനാണ്. ഞാൻ ഭരത്തിനോട് ചോദിച്ചു കുറേ, പക്ഷെ അദ്ദേഹം സമ്മതിക്കുന്നില്ല, ഇടഞ്ഞു നിൽക്കുക. പുള്ളിയോട് പറയാൻ ഇനി എന്നെക്കൊണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ സണ്ണിയുടെ അടുത്ത് വന്നേ. സണ്ണി ഇക്കാര്യം പുള്ളിയോട് പറയുകയും ചെയ്യരുത്. സണ്ണിയുടെ മുഖത്ത് പ്രതീക്ഷിക്കാത്ത കാര്യം കേട്ടതുപോലെ ഒരു ഭാവം വന്നു. അനുവിന് എന്താവശ്യമുണ്ടെങ്കിലും എൻ്റെ അടുത്തേക്ക് വരാമല്ലോ. മീൻകുളം റിനോവേറ്റ് ചെയ്യുകയല്ലേ വേണ്ടത്. അതിനു വിഷമിക്കേണ്ട. എൻ്റെ പണിക്കാരെ ഞാൻ വിട്ടുതരാം. പിന്നെ മീനെല്ലാം ആകുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പിടിക്കാൻ തന്നാൽ മതി. ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. സണ്ണി പൈസ ഒന്നും തരാൻ പോകുന്നില്ലെന്ന് അനുവിന് മനസ്സിലായി. അടുത്ത ദിവസം തന്നെ സണ്ണിയുടെ ജോലിക്കാരിൽ ഒരാൾ അനസൂയയുടെ വീട്ടിലെത്തി. അവൾക്ക് ആദ്യം താല്പര്യമൊന്നും ഉണ്ടായില്ല. പിന്നെ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. അന്ന് തന്നെ വൈകുന്നേരം വേറെയും ആളുകൾ വന്ന് കുളമെല്ലാം വൃത്തിയാക്കി. ഒരു ഗുഡ്സ് നിറയെ മണലും ഇറക്കി. പിന്നെ ഷീറ്റ് വിരിച്ച് സൈഡുകളിൽ ഇഷ്ടികയും വെച്ച് സെറ്റാക്കി വെള്ളം നിറച്ചു. 3-ാം ദിവസം രാവിലെ അനസൂയ നോക്കുമ്പോൾ കുളം റെഡി, വെള്ളം റെഡി. ഇനി മീൻ കുഞ്ഞുങ്ങളെ ഇട്ടാൽ മതി. അന്ന് വൈകുന്നേരം സണ്ണിയുടെ ഫോൺ വന്നു. എന്തായി അനു, കുളം റെഡിയായോ? ഞാനൊന്നും അറിഞ്ഞില്ല സണ്ണി, അത്രയും പെട്ടെന്നായിരുന്നു എല്ലാം. താങ്ക്സ് എ ലോട്ട്, അവൾ പറഞ്ഞു. ഒരു നന്ദിയിലെല്ലാം ഒതുക്കാൻ പറ്റുമോ? ഇല്ലെന്നറിയാം, എല്ലാം ഒന്ന് ശരിയാകട്ടെ ആദ്യം. അതെ അതെ, ഭരത്തുണ്ടോ അവിടെ? ഇല്ല, വന്നിട്ടില്ല. വരുമ്പോൾ ഞാൻ അന്വേഷിച്ചു എന്ന് പറയണം. വേണ്ട, ഞാൻ പറയുന്നില്ല. അതെന്താ? അദ്ദേഹം അറിയണ്ട. ഞാൻ പറഞ്ഞില്ലേ, പുള്ളി ദേഷ്യപ്പെടും. അനു പേടിക്കേണ്ട, രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിൽ എന്നെ കഴിഞ്ഞേയുള്ളൂ ആരും. സണ്ണി ഒരു താളത്തിൽ എന്ന പോലെ പറഞ്ഞു. എനിക്കത് കേട്ടാൽ മതി. അപ്പോൾ ഇനി എനിക്കുള്ള ട്രീറ്റും രഹസ്യമായിരിക്കുമല്ലോ. ട്രീറ്റോ? പിന്നെ മീൻകുളം റെഡിയായാൽ എനിക്ക് ട്രീറ്റ് ഉണ്ടാവില്ലേ? ഓ അങ്ങനെ, പിന്നെന്താ? എനിക്ക് സ്കോച്ചാണ് ഇഷ്ടം കേട്ടോ. എൻ്റെ ദൈവമേ, വലിയ ട്രീറ്റാണല്ലോ. പിന്നെ തരില്ലേ? ഞാൻ ആലോചിക്കട്ടെ. അനു എന്ത് തന്നാലും ഞാൻ റെഡിയാണ്. സണ്ണിയുടെ സ്വരം കൂടുതൽ സോഫ്റ്റ് ആവുന്നത് അനസൂയ ശ്രദ്ധിക്കാതിരുന്നില്ല. വൈഫിനെ പറ്റി ചോദിച്ചാലോ എന്ന് വിചാരിച്ചു. പിന്നെ വേണ്ടെന്ന് വെച്ചു. വൈഫ് വീട്ടിലില്ല, ഒറ്റയ്ക്കാ എന്നൊക്കെ പറഞ്ഞു കളഞ്ഞാലോ. ഫോൺ വെച്ച് ഹോളിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കൊടുക്കുന്ന ട്രീറ്റിനെ പറ്റി ആലോചിച്ചു. എന്താവും അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്? സ്കോച്ച് ഇഷ്ടമാണത്രേ. സണ്ണിയുടെ കൂടെ രഹസ്യമായി സ്കോച്ച് കഴിച്ചിരിക്കുന്നത് അവൾ സങ്കല്പിച്ചു. വെറും സ്കോച്ച് മാത്രമാണോ സണ്ണിയുടെ ലക്ഷ്യം? തൻ്റെ മുഖത്തും ചുണ്ടിലും പരതി നടക്കുന്ന സണ്ണിയുടെ കണ്ണുകൾ ഓർമ്മ വന്നു. അല്ല, സ്കോച്ച് മാത്രമാവില്ല ലക്ഷ്യം. മീൻകുളം വൃത്തിയാക്കുകയും അതിൽ പുതിയ മീൻ ഇറക്കുകയും ചെയ്യുന്നത് അനസൂയയുടെ ലിസ്റ്റിലുള്ള കാര്യമല്ലായിരുന്നു. കാരണം മീൻ ഇപ്പോൾ ഇറക്കിയാൽ തന്നെ അത് വലുതായിട്ട് വേണ്ടേ വല്ല ലാഭവും കിട്ടാൻ. അപ്പോഴത്തേക്ക് കുട്ടികളുടെ വെക്കേഷൻ മുഴുവൻ കഴിഞ്ഞു പോകും, കല്യാണങ്ങളും കഴിഞ്ഞു പോകും. അടുത്ത ദിവസം ജയറാമിനെ കാണാൻ അവൾ തീരുമാനിച്ചു. ശ്രമം ഉപേക്ഷിക്കുന്ന പരിപാടിയില്ല. അവൾ ചെല്ലുമ്പോൾ ജയറാം സ്ഥലത്തില്ലായിരുന്നു.
അരമണിക്കൂർ കഴിഞ്ഞ് കാത്തിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. അവിടുത്തെ ജോലിക്കാരൻ ഫോണിൽ ജയറാമിനെ വിളിച്ച് അനുവിന് സംസാരിക്കാൻ കൊടുത്തു. എനിക്കൊന്ന് കാണണമായിരുന്നു, ഒരു ചെറിയ ആവശ്യമുണ്ട്. ആയിക്കോട്ടെ, പറഞ്ഞോളൂ. പക്ഷേ ഇത് ഫോണിൽ പറയാൻ അനസൂയയ്ക്ക് മനസ്സ് വന്നില്ല, പ്രത്യേകിച്ച് ജോലിക്കാരൻ നോക്കി നിൽക്കുമ്പോൾ. ഫോണിലല്ല, നേരിട്ട് അവൾ പറഞ്ഞു. ശരി, എന്നാൽ ഞാൻ വന്നിട്ട് വിളിക്കാം. ഇപ്പോൾ അനസൂയെ പൊക്കോളൂ. അനു വീട്ടിലേക്ക് പോയി. വൈകുന്നേരമായിട്ടും ജയറാമിൻ്റെ ഫോണൊന്നും വന്നില്ല. അയാൾക്ക് തിരക്കായിരിക്കുമെന്ന് അനസൂയയ്ക്ക് തോന്നി. പിന്നെ അവൾ മൻസൂറിനെ വിളിച്ചു. മൻസൂർ, 1,00,000 രൂപ 2 മാസത്തേക്ക് തിരിക്കാനുണ്ടാകുമോ? മറച്ചു വയ്ക്കാതെ അനസൂയ കാര്യം പറഞ്ഞു. പിന്നെന്താ, അനു ചോദിച്ചാൽ ഞാൻ എന്തും തരും. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ 50 രൂപയേ ഉള്ളൂ. ബാക്കി ഒരിടത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തന്നാൽ പോരെ? അനസൂയയ്ക്ക് സന്തോഷമായി. മതി, ഒരാഴ്ച കഴിഞ്ഞ് മതി. താങ്ക്സ് മൻസൂർ. 50 എപ്പോഴാണ് വേണ്ടത്? മൻസൂറിൻ്റെ സൗകര്യം പോലെ. നാളെ ഞാൻ നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പ്രോപ്പർട്ടി നോക്കാൻ വരുന്നുണ്ട്. ഞാൻ വിളിക്കാം. അടുത്ത ദിവസം 10 മണിയോടുകൂടി മൻസൂറിൻ്റെ ഫോൺ വന്നു. ഉടനെ അനസൂയ അങ്ങോട്ട് പോയി. മഞ്ഞയിൽ വെള്ള ഡിസൈനുള്ള ടോപ്പും വെള്ള ലെഗിങ്സും ധരിച്ചാണ് അവൾ പോയത്. ടൗണിൽ നിന്ന് ഓട്ടോ വിളിച്ചു. പറഞ്ഞ സ്ഥലത്ത് തന്നെ മൻസൂർ അവളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഓട്ടോക്കാരനെ അയാൾ പറഞ്ഞു വിട്ടു. തിരിച്ചു പോകാനുള്ള ഓട്ടോ ഞാൻ വിളിച്ചു തരാം. എൻ്റെ കയ്യിൽ ഫോൺ നമ്പറുണ്ട്, മൻസൂർ പറഞ്ഞു. അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു. അനസൂയ അവനെ നോക്കി ചിരിച്ചു. എന്താ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നത്? സത്യം പറയാലോ, ഞാൻ വിചാരിച്ചു ഏതോ സിനിമാ നടി ഓട്ടോയിൽ വന്നിറങ്ങുകയാണെന്ന്. ഒന്ന് പോ മൻസൂർ, അനസൂയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മൻസൂർ അടുത്തുള്ള ഒരു പറമ്പ് ചൂണ്ടിക്കാണിച്ചു. ഇതാണ് പ്രോപ്പർട്ടി, ഒന്ന് കണ്ടാലോ? എന്താ ഇവിടെ? അനസൂയ ചോദിച്ചു. ഈ പ്രോപ്പർട്ടി കാണാൻ ഇന്നൊരു ഫാമിലി വരുന്നുണ്ട്. നമുക്ക് അവരെ ഒന്ന് കണ്ടു കളയാം. ഞാനും ഇതിൻ്റെ ഭാഗമാണോ? അവിടെ നിൽക്കണോ അതോ പോണോ എന്ന് അനസൂയയ്ക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. അതെ, തൻ്റേത് നല്ല ഭംഗിയുള്ള, ആർക്കും നോ പറയാൻ പറ്റാത്ത മുഖമല്ലേ. താനുണ്ടെങ്കിൽ എൻ്റെ ഇന്നത്തെ ഡീല് സക്സസ് ആവാൻ സാധ്യത കൂടും. അവളുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ടാണ് മൻസൂർ സംസാരിച്ചത്. അനസൂയ പുഞ്ചിരിച്ചു. മൻസൂർ ചൂണ്ടിക്കാണിച്ച പറമ്പ് റോഡരികിൽ തന്നെ ആയിരുന്നെങ്കിലും അതിലേക്കുള്ള ഗേറ്റ് റോഡിലേക്ക് തുറക്കുന്നതായിരുന്നില്ല. ഒരു ചെറിയ ഇടവഴിയിലൂടെ 30ഓളം മീറ്റർ നടന്നപ്പോഴാണ് ഗേറ്റിലെത്തിയത്. ഇതെന്താ ഇങ്ങനെ? അനസൂയ ചോദിച്ചു. കിഴക്കിന് അഭിമുഖമായി പണിത വീടാണ്. വാസ്തുശാസ്ത്രത്തിൽ നല്ല വിശ്വാസമുള്ള ആളായിരുന്നു ഇതിൻ്റെ ഓണർ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇത് വിൽക്കേണ്ട ഗതികേട് വന്നല്ലോ. അതിന് ഗതികേട് കൊണ്ടാണ് വിൽക്കുന്നതെന്ന് ആര് പറഞ്ഞു? മൻസൂർ പുഞ്ചിരിച്ചു. അവരിപ്പോൾ താമസിക്കുന്നത് ഇതിലും വലിയ വീട്ടിലാണ്. അനസൂയ കണ്ണുകൾ വിടർത്തി അയാളെ നോക്കി. അല്ലേലും ഓണർക്ക് മോശം സമയമാണെന്ന് ബ്രോക്കർ സമ്മതിക്കില്ലല്ലോ. വാങ്ങാൻ വരുന്നവർ വില കുറച്ച് പറയില്ലേ? അവൾ ചോദിച്ചു. മൻസൂർ അവളെ നോക്കി തലയാട്ടി. കൊള്ളാലോ ആള്, ബിസിനസ്സിൽ നല്ല ഭാവി കാണുന്നുണ്ട്. അനസൂയ ചിരിച്ചു. ഗേറ്റ് കടന്ന് അവർ വീടിനടുത്ത് എത്തിയിരുന്നു. ഒരൊറ്റ നില വീട്. വീടും പരിസരവും നല്ല വൃത്തിയായി കാണപ്പെട്ടു. 3 വശവും തുറന്ന അല്പം ഉയർന്നു നിൽക്കുന്ന സിറ്റൗട്ട്, അതിലേക്ക് കയറാൻ സ്റ്റെപ്പുകൾ. മൻസൂർ താക്കോലെടുത്ത് വാതിൽ തുറക്കുന്നത് കണ്ടപ്പോഴാണ് വീട്ടിൽ ആരുമില്ല എന്ന കാര്യം അനസൂയ അറിഞ്ഞത്. അവൾക്ക് ചെറിയ പരിഭ്രമം തോന്നി. അവളുടെ പരിഭ്രമം മനസ്സിൽ കണ്ടിട്ടാകണം മൻസൂർ പറഞ്ഞു. വീടിങ്ങനെ തുറക്കുന്നേ ഉള്ളൂ അനു. അവർ വരും വരെ നമുക്ക് സിറ്റൗട്ടിൽ തന്നെ ഇരിക്കാം. മൻസൂർ പറഞ്ഞതുപോലെ അല്പം കഴിഞ്ഞപ്പോൾ ഒരു കുടുംബം വന്നു. ഭർത്താവും ഭാര്യയും. ഭർത്താവ് മുമ്പേ തന്നെ വീട് സന്ദർശിച്ചതാണ്. ഇപ്പോൾ ഭാര്യയെ കൂടി കാണിക്കാൻ കൊണ്ടുവന്നതാണ്. അനസൂയയല്ലേ? എന്താ ഇവിടെ? വന്ന ആളുടെ ചോദ്യം കേട്ട് അനസൂയ ഒന്ന് പതറി. അവൾക്ക് അയാളെ പരിചയമൊന്നും ഉണ്ടായില്ല. എന്തു പറയും? മൻസൂറിൻ്റെ കയ്യിൽ നിന്ന് കാശ് കടം മേടിക്കാൻ വന്നതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്നെ എങ്ങനെ അറിയാം? ഞാൻ കണ്ടിട്ടുണ്ട്, ഭരത്തിൻ്റെ വൈഫല്ലേ? അതെ, സോറി കേട്ടോ, എനിക്ക് മനസ്സിലായില്ല.
അത് സാരമില്ല, നമ്മളങ്ങനെ പരിചയമൊന്നുമില്ലല്ലോ. ഞാൻ രവി, ബിസിനസ്സാണ്. ഇതെൻ്റെ വൈഫ് സീത. അനസൂയ സീതയെ നോക്കി ചിരിച്ചു. സീത തിരിച്ചു. ഞാനും ഒരു വീട് നോക്കാൻ വന്നതാണ്. എനിക്കല്ല, എൻ്റെ ഒരു ഫ്രണ്ടിന്. അവൾ ഗൾഫിലാണ്, അനസൂയ പറഞ്ഞു. ഓ, അത് ശരി. മൻസൂർ തന്നെ നോക്കി ആശ്ചര്യപ്പെടുന്നത് അനസൂയ കണ്ടു. പരിചയപ്പെടൽ കഴിഞ്ഞ് അവർ വീടിനകത്തേക്ക് നടന്നു. വീട് നല്ല വിശാലമായതായിരുന്നു. പഴയ വീടാണ്, പക്ഷേ പെയിൻ്റൊക്കെ അടിച്ച് പുത്തനാക്കിയിട്ടുണ്ട്. ഫർണിച്ചറുകൾ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. രവിക്ക് വീട് മുമ്പേ തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോൾ സീതയ്ക്കും ഇഷ്ടപ്പെട്ടു. അവർ മാറി നിന്ന് അല്പം സംസാരിച്ച ശേഷം മൻസൂറിൻ്റെ അടുത്തേക്ക് വന്നു. പറഞ്ഞ പോലെ എല്ലാം അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അടുത്ത ആഴ്ച തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് മാറാനാണ് വിചാരിക്കുന്നത്. മൻസൂർ തലകുലുക്കി. ആയിക്കോട്ടെ, എൻ്റെ ഭാഗത്തു നിന്ന് എല്ലാം വളരെ ഫാസ്റ്റായിരിക്കും. അപ്പോൾ തന്നെ രവി സീതയുടെ ബാഗിൽ നിന്ന് കുറച്ച് കാശെടുത്ത് മൻസൂറിനെ ഏൽപ്പിച്ചു. ഇത് 50 ഉണ്ട്, മുമ്പ് പറഞ്ഞ പോലെ. അപ്പോൾ എല്ലാം ശരി. മൻസൂർ പോക്കറ്റിൽ നിന്നും ഒരു വെള്ള പേപ്പർ എടുത്ത് അതിലെന്തോ എഴുതി രവിയെ ഏൽപ്പിച്ചു. അത് വായിച്ച് തൃപ്തിപ്പെട്ട് രവിയും സീതയും തിരികെ പോയി. പോകും മുമ്പ് അനസൂയയെ നോക്കി പുഞ്ചിരിക്കാൻ രണ്ടുപേരും മറന്നില്ല. ഏതാണ് ആ ഗൾഫിലുള്ള ഫ്രണ്ട്? മൻസൂർ ചോദിച്ചു. ഓ, അത് ഞാൻ ചുമ്മാ തട്ടിവിട്ടതല്ലേ, അനസൂയ ചിരിച്ചു. പിന്നെ കാശ് കടം തരാമെന്ന് പറഞ്ഞ് താൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണെന്ന് പറയാൻ പറ്റുമോ? എൻ്റെ പൊന്നെ, താൻ പറയുന്ന കേട്ടാ ഞാൻ തന്നെ ദുരുദ്ദേശത്തോടു കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന പോലെയുണ്ടല്ലോ. ദുരുദ്ദേശമുണ്ടോ എന്ന് ആർക്കറിയാം? മൻസൂർ അവളെ ആകെ ഒന്ന് നോക്കി. അത് ശരിയാ, തന്നെ കണ്ട ആർക്കും ഒരു ദുരുദ്ദേശം തോന്നാതിരിക്കില്ല. അയ്യടാ, ഒന്ന് പോ അവിടുന്ന്. നീ ആ രവിയെ ശ്രദ്ധിച്ചോ? ഭാര്യ അടുത്തുണ്ടായിട്ട് പോലും അയാളുടെ കണ്ണ് തൻ്റെ മേലായിരുന്നു. ഞാൻ കണ്ടിരുന്നു. പിന്നെ മൻസൂറിന് എന്തെങ്കിലും ഗുണമായാലോ എന്ന് വിചാരിച്ച് ഞാൻ ശ്രദ്ധിക്കാത്ത പോലെ നിന്നതാ. അതെങ്ങനെ? ഈ സൗന്ദര്യം മുഴുവൻ രവി കണ്ട് രസിക്കുമ്പോൾ അതിൽ മൻസൂറിന് എന്ത് ഗുണം? വീടിൻ്റെ കുറവുകൾ അയാൾ കാണില്ലല്ലോ. പിന്നെ എൻ്റെ മുമ്പിൽ വെച്ച് വിലപേശാനും അയാൾ ശ്രമിക്കില്ല. അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ ഇനി എൻ്റെ കൂടെ കൂടുന്നോ? ഞാൻ കമ്മീഷൻ തരാം. അത് കൊള്ളാമല്ലോ, അനസൂയ ചിരിച്ചു. താൻ ഇങ്ങനെ ചിരിക്കല്ലേ, ഞാനിപ്പോൾ മയങ്ങി വീഴും. ഒന്ന് പോ മൻസൂറേ. സത്യം, തൻ്റെ ചിരി കണ്ട പിന്നെ പണ്ടേതോ സിനിമയിൽ പറഞ്ഞ പോലെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല. കണ്ണിൽ നോക്കിയുള്ള അവൻ്റെ പ്രശംസ കേട്ട് അനസൂയയ്ക്ക് നാണം തോന്നി. രവി കൊടുത്ത 50,000 രൂപ മൻസൂർ ഉടനെ തന്നെ അനസൂയയ്ക്ക് നൽകി. അനസൂയ അത് വാങ്ങി അവനോട് നന്ദി പറഞ്ഞു. അപ്പോൾ 50,000 റെഡിയായി. ഇനി ബാക്കി പറഞ്ഞ 50 കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ, മൻസൂർ പറഞ്ഞു. അനസൂയ തലയാട്ടി. അവർ പോകാൻ വേണ്ടി പുറത്തേക്ക് വന്നപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ഞാൻ വന്ന ബൈക്ക് കുറച്ചപ്പുറത്താ. ഞാൻ മഴ നിന്നിട്ട് പൊക്കോളാം, മൻസൂർ പറഞ്ഞു. തനിക്ക് വേണ്ടി ഞാനൊരു ഓട്ടോ വിളിക്കാം. പോർച്ചില്ലാത്ത വീട് ആയതുകൊണ്ട് ഓട്ടോയിൽ കയറുമ്പോഴും നനയാൻ സാധ്യതയുണ്ട് എന്ന് അനസൂയയ്ക്ക് തോന്നി. സിറ്റൗട്ടിൽ നിന്നിറങ്ങുന്ന സ്റ്റെപ്പുകൾ നനഞ്ഞു കുതിർന്നു കഴിഞ്ഞു. സാരമില്ല, മഴ നിന്നിട്ട് പോകാം, അവൾ പറഞ്ഞു. മൻസൂറിന് സന്തോഷമായി. എന്താ മഴ, ഒരു ചായ കിട്ടിയാൽ എത്ര നന്നായിരുന്നു അല്ലേ, അയാൾ ചോദിച്ചു. അനസൂയ തല കുലുക്കി. ശരിയാ, ഞാൻ അടുക്കളയിലൊന്ന് നോക്കട്ടെ. മൻസൂർ അകത്തേക്ക് നടന്നു. അനസൂയയും പിന്നാലെ ചെന്നു. അടുക്കളയിൽ ഇലക്ട്രിക് കുക്ക് ടോപ്പ് ഉണ്ടായിരുന്നു. കുറച്ച് പാത്രങ്ങളും മുകളിൽ ഷെൽഫിൽ ചായപ്പൊടിയും പഞ്ചസാരയും ഉണ്ടായിരുന്നു. അടിപൊളി, കട്ടൻ ഉണ്ടാക്കാനുള്ള സെറ്റപ്പുണ്ട്, മൻസൂർ ആവേശത്തിൽ പറഞ്ഞു. അയാൾ ഉടനെ തന്നെ ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്ത് ചൂടാക്കാൻ വെച്ചു ചായ ഉണ്ടാക്കി. അനസൂയ അടുത്ത് തന്നെ നോക്കി നിന്നു. മൻസൂറിന് ചായ ഇടാനൊക്കെ അറിയാമല്ലോ. പിന്നെ എനിക്ക് പല കഴിവുകളുമുണ്ട്. അത് ശരിയാ, ഒരു കഴിവ് ഞാനിപ്പോൾ കണ്ടു. മുഖത്ത് നോക്കി ആരെയും പ്രശംസിക്കാനുള്ള കഴിവ്. ആ കഴിവ് തൻ്റെ കൂടെ നിന്ന ആർക്കും വരും. താനെന്താ സിനിമയിലൊന്നും ട്രൈ ചെയ്യാത്തെ? ദേ പിന്നെയും, അനസൂയ ചിരിച്ചു. ചായ 2 കപ്പിലേക്ക് ഒഴിച്ച് ഒന്ന് അയാൾ അനസൂയയ്ക്ക് നൽകി. പുറത്ത് കാറ്റ് വീഴുന്നുണ്ടായിരുന്നു. വെള്ളത്തുള്ളികൾ വീണ് സിറ്റൗട്ട് ആകെ നനഞ്ഞിരുന്നു. സിറ്റൗട്ടിലെ കസേര 2 ഹാളിലേക്കിട്ട് അവർ അവിടെ ഇരുന്ന് ചായ കുടിച്ചു. കട്ടൻ ചായ നല്ല രസമുണ്ടായിരുന്നു. എന്തൊരു വൈബ്, പ്രണയം കിനിയുന്ന കാലാവസ്ഥ അല്ലേ, മൻസൂർ ചോദിച്ചു. അനസൂയ അയാളെ നോക്കി. കവിക്ക് ആരോടാണ് പ്രണയം തോന്നുന്നത്? ഇവിടെ ഇപ്പോൾ ഭവതി മാത്രമല്ലേ ഉള്ളൂ. അയ്യടാ, എന്നിട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലോ.
സാരമില്ല, പതിയെ തോന്നിക്കോളും. അതാണ് മഴയുടെ ശക്തി. അനസൂയ മുഖത്ത് ഗൗരവം ഭാവിച്ച് ചായയിലേക്കൊന്ന് നോക്കി. താൻ ഈ ചായയിലൊന്നും ഇട്ടിട്ടൊന്നുമില്ലല്ലോ? ഇല്ല. എന്തേ? അല്ല, മൻസൂറിൻ്റെ ഈ കോൺഫിഡൻസ് കണ്ടിട്ട് തോന്നിയതാണ്. മൻസൂർ ചിരിച്ചു. ഐഡിയ തന്നതിന് നന്ദി. അടുത്ത തവണ അങ്ങനെ ചെയ്യാം. ഞാൻ കേട്ടിട്ടുണ്ട്, സ്ത്രീകൾ നമുക്ക് ക്ലൂ തരും, പുരുഷന്മാർ അതനുസരിച്ച് ആക്ട് ചെയ്താൽ മതി. അനസൂയയും ചിരിച്ചു. ഏത് പുസ്തകത്തിലാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത്? അതെനിക്ക് ഓർമ്മയില്ല. അത് വായിച്ചിട്ട് ഇപ്പോഴാണ് ഒരു പ്രയോജനം കിട്ടിയത്. ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ഈ ബ്രോക്കറുടെ പ്രോപ്പർട്ടി ആരും വാങ്ങിയില്ലേലും ഇരുന്ന് ഫ്ലേർട്ട് ചെയ്യാൻ ഒരുപാട് പെണ്ണുങ്ങളെ കിട്ടുമായിരിക്കും അല്ലേ? ഒരുപാട് എണ്ണത്തിനൊന്നും വേണ്ട, ഒരെണ്ണമുണ്ട് വീട്ടിൽ, അത് മതി. പ്രേമിച്ച് കിട്ടിയതാണോ? അനസൂയയുടെ ചോദ്യം കേട്ട് അയാൾ അവളെ നോക്കി. എങ്ങനെ മനസ്സിലായി? തോന്നി. ഇങ്ങനെ ഒരു മഴക്കാലത്താണ് ഞാൻ എൻ്റെ ആദ്യത്തെ ഗേൾഫ്രണ്ടിനെ കണ്ടത്. കോളേജിൻ്റെ വരാന്തയിൽ കൂടെയൊന്നുമില്ലാതെ അങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ അവളും ഉണ്ടായിരുന്നു അതേപോലെ. ആദ്യം ഒന്നും മിണ്ടിയില്ല രണ്ടുപേരും. പിന്നെ അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അനസൂയ അയാളെ തന്നെ നോക്കിയിരുന്നു. അയാൾ തന്നെ നോക്കുമ്പോഴാകട്ടെ തൻ്റെ ഉള്ളിലേക്കാണ് അയാളുടെ കണ്ണുകൾ ഇറങ്ങി വരുന്നത് എന്നവൾക്ക് തോന്നി. ആദ്യത്തെ ഗേൾഫ്രണ്ട്, അതെന്താ അവളെ കെട്ടാതിരുന്നത്? അവൾ ചോദിച്ചു. അവൾ ഹിന്ദു ആയിരുന്നു. വീട്ടിൽ പ്രശ്നമല്ലേ? ഓ, അത് ശരി. കഷ്ടമായി പോയല്ലോ. അത് സാരമില്ല, അവസാനം കിട്ടിയത് അതിലേറെ സൂപ്പറായിരുന്നു. അതാരാ? അതാണ് എൻ്റെ ഭാര്യ. അനസൂയ ചിരിച്ചു. ശരിക്കും പറഞ്ഞതാണോ? അതേടോ, എൻ്റെ ഭാര്യ അടിപൊളിയാ. അനസൂയയ്ക്ക് അയാളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല. തൻ്റെ ഭാര്യ അടിപൊളിയാണെന്ന് വേറൊരു പെണ്ണിനോട് പറയുന്ന ഭർത്താവാണ് അതിലേറെ അടിപൊളി. അനസൂയയുടെ ഭരത്തെന്താ അങ്ങനെ പറയില്ലേ? ആവോ, എനിക്കറിയില്ല. മൻസൂർ ഒന്ന് ചോദിച്ചു നോക്കൂ. ഞാൻ ചോദിച്ചു നോക്കാം. അടിപൊളിയാണെന്ന് പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെടില്ല. അല്ല എന്ന് പറഞ്ഞാലോ? ഞാൻ വിശ്വസിക്കില്ല. അയാളുടെ നടു പുറത്തിനിട്ട് ഒരു ചവിട്ടും കൊടുക്കും. അനസൂയ ഉറക്കി ചിരിച്ചു. അനസൂയയുടെ ഫസ്റ്റ് ലവ് എങ്ങനെയായിരുന്നു? മൻസൂർ ചോദിച്ചു. അനസൂയ അയാളെ നോക്കി. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നെന്ന് എങ്ങനെ? അതൊക്കെ ഇയാളെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇയാൾ അതിനുള്ള മെറ്റീരിയലാണ്. അനസൂയ തൻ്റെ കാൽച്ചുവട്ടിലെ തറയിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. മടിച്ചാണ് പിന്നെ സംസാരിച്ചത്. കോളേജിലായിരുന്നു ഞാൻ പോകുന്ന ബസ്സിലാണ് പുള്ളിയും പോയിരുന്നത്. അങ്ങനെ എന്നും കണ്ട് സംസാരിച്ച്, പക്ഷേ അത്ര സീരിയസ് ഒന്നും ആയില്ല. അതിനു മുമ്പേ നിർത്തി. ഷെടാ, ആരാ വില്ലൻ? അച്ഛനോ അതോ അമ്മയോ? അനസൂയ ചിരിച്ചു. രണ്ടുപേരുമല്ല, ഞാൻ തന്നെയായിരുന്നു. മൻസൂർ അവളെ അത്ഭുതത്തോടെ നോക്കി. പക്ഷെ അമ്മയ്ക്കറിയാമായിരുന്നു കേട്ടോ. അമ്മ എന്നോട് ചോദിച്ചൊന്നുമില്ല. പക്ഷെ ഒരു ദിവസം അമ്മ അനിയത്തിയോട് എൻ്റെ മൊബൈൽ ചെക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടു. അങ്ങനെ ചെയ്ത് എൻ്റെ പ്രൈവസിയിൽ കയറുന്നത് ശരിയല്ല എന്നൊക്കെ. അന്നത്തേത് സാധാരണ ഫോണല്ലേ, മെസ്സേജ് ഒന്നും ഹൈഡ് ചെയ്യാൻ പറ്റില്ല. അമ്മയ്ക്ക് കാര്യം മനസ്സിലായി എന്നെനിക്ക് മനസ്സിലായി. അതോടെ എനിക്ക് പേടിയായി. ഞാൻ വേറെ ബസ് പിടിക്കാൻ തുടങ്ങി. മൻസൂർ ചിരിച്ചു. ഇതിന് ആദ്യത്തെ പ്രേമം എന്നല്ല പറയുക, ആദ്യത്തെ തേപ്പെന്നാണ്. അനസൂയ ജാള്യതയോടെ ചിരിച്ചു. തേപ്പുകാരി എന്നൊരാളെ വിളിക്കാൻ എന്ത് സന്തോഷമാണല്ലേ. അതാണിപ്പോഴത്തെ ട്രെൻഡ്. തേപ്പുകാരനില്ല. ഇല്ല, അങ്ങനത്തെ ഒരു വാക്ക് ഡിക്ഷണറിയിലേ ഇല്ല. ഇനി ആരെങ്കിലും കണ്ടുപിടിച്ചിട്ട് വേണം. പരസ്പരം നോക്കി രണ്ടുപേരും ചിരിച്ചു. ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും മഴ തീർന്നു. മൻസൂർ ഉടനെ ഫോൺ ചെയ്ത് ഒരു ഓട്ടോ വിളിച്ചു വരുത്തി. അപ്പോൾ ശരി, പറഞ്ഞ പോലെ. അയാൾ അവളെ യാത്രയാക്കി. താങ്ക്സ്. ഓട്ടോയിലിരുന്ന ശേഷം അനസൂയ പറഞ്ഞു. താങ്ക്സ് ഞാനാണ് പറയേണ്ടത്, ഇത്രയും നേരം എൻ്റെ കൂടെ എൻ്റെ ഫ്ലേർട്ടിങ് സഹിച്ചിരുന്നതിന്. മൻസൂർ പറഞ്ഞു. ആവശ്യം എൻ്റെ ആയി പോയില്ലേ, സഹിച്ചിരുന്നല്ലേ പറ്റൂ, അനസൂയ തമാശയായി പറഞ്ഞു. മൻസൂർ ചിരിച്ചു. പിന്നെ ഓട്ടോക്കാരനോട് വണ്ടി എടുക്കാൻ ആവശ്യപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അനസൂയയുടെ ഫോണിൽ മൻസൂറിൻ്റെ മെസ്സേജ് വന്നു. മലയാളത്തിലായിരുന്നു. മഴ തീരണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതെന്താ? തന്നെ മിസ് ചെയ്യുന്നു. തൻ്റെ കൂടെ ഇരുന്ന് മഴയും നോക്കി ചായ കുടിക്കാൻ എന്തൊരു രസമാണ്. ഇനി മഴ വരുമ്പോൾ വിളിച്ചാൽ മതി. തീർച്ചയായും. യു ആർ ഡെഫിനറ്റ്ലി ബ്യൂട്ടിഫുൾ ഫ്രം ഔട്ട്സൈഡ്, ബട്ട് യു ആർ ഈവൻ മോർ ബ്യൂട്ടിഫുൾ ഇൻസൈഡ്. മെസ്സേജ് വായിച്ച് അനസൂയ സ്വയം പുഞ്ചിരിച്ചു. പിന്നെ മറുപടി ചെയ്തു. യു ആർ എ ഗ്രേറ്റ് പേഴ്സൺ ടു.
മൻസൂറുമായുള്ള കൂടിക്കാഴ്ച അനസൂയയ്ക്ക് നല്ലൊരു ഓർമ്മയാണ് സമ്മാനിച്ചത്. മൻസൂർ സണ്ണിയെപ്പോലെയല്ല, ഫ്ലേർട്ടിയായി സംസാരിക്കുമെങ്കിലും ക്രീപ്പിയായൊരു നോട്ടം പോലും അയാളിൽ നിന്നുണ്ടായില്ല. എന്ന് മാത്രമല്ല, അയാളുടെ കൂടെ ഇരിക്കുമ്പോൾ സമയം പോയതറിഞ്ഞതുമില്ല. മഴ വീണ്ടും ചാറാൻ തുടങ്ങി. തണുത്ത കാറ്റ് മുഖത്തേക്കടിച്ചപ്പോൾ അനസൂയയ്ക്ക് കുളിര് തോന്നി. മൻസൂറിൻ്റെ കൂടെ ഇരുന്ന് ചായ കുടിച്ച നിമിഷത്തെപ്പറ്റി അവൾ വീണ്ടും വീണ്ടും ഓർത്തു. ഭരത്തിൻ്റെ കൂടെ ഒരിക്കലും അങ്ങനെയൊന്നും ഇരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നാൽ മതിയായിരുന്നുവെന്ന് തോന്നി. ഒരു മഴ കൂടി, ഒരു ചായ കൂടി, എന്ത് രസമായിരിക്കും. തൊട്ടുരുമിയിരുന്ന് മഴയും കണ്ട് ആസ്വദിച്ച്. ഓർത്തപ്പോൾ അനസൂയയ്ക്ക് വീണ്ടും തണുപ്പ് കൂടി. മൻസൂറിൻ്റെ കണ്ണുകളും അയാളുടെ നോട്ടവും അവൾ ഓർത്തു. ഭരത്തിൻ്റെ കൂടെ ഒരിക്കലും അങ്ങനെയൊന്നും ഇരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നാൽ മതിയായിരുന്നുവെന്ന് തോന്നി. ഒരു മഴ കൂടി, ഒരു ചായ കൂടി, എന്ത് രസമായിരിക്കും. തൊട്ടുരുമിയിരുന്ന് മഴയും കണ്ട് ആസ്വദിച്ച്. ഓർത്തപ്പോൾ അനസൂയയ്ക്ക് വീണ്ടും തണുപ്പ് കൂടി. മൻസൂറിൻ്റെ കണ്ണുകളും അയാളുടെ നോട്ടവും അവൾ ഓർത്തു. അറിയാത്ത പോലെ തൊടാൻ പോലും അയാൾ ശ്രമിച്ചില്ല. അതെന്തുകൊണ്ടായിരിക്കും എന്ന് അനസൂയ ആലോചിച്ചു. പേടികൊണ്ടായിരിക്കുമോ? അതോ തനിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ച് കാണുമോ? ഇനി അതുമല്ല, തന്നെ മോഹിപ്പിക്കാനാണോ? മൂന്നാമത്തേതാണ് കാരണമെങ്കിൽ അയാളുടെ കണക്കുകൂട്ടൽ പാളിയിട്ടില്ല എന്ന് അനസൂയയ്ക്ക് തോന്നി. അയാൾ തന്നെ ഒന്ന് തൊട്ടിരുന്നെങ്കിൽ, തൻ്റെ കയ്യിൽ നിഷ്കളങ്കമായി ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ, തൻ്റെ തോളിലൊന്ന് മുട്ടിയിരുന്നെങ്കിൽ എന്ന് മോഹിച്ചു അവൾ. അതേസമയം മനസ്സിൽ തോന്നിയ ചെറിയ കുറ്റബോധത്തെ അവൾ അവഗണിച്ചു. അന്ന് രാത്രി കിടക്കുമ്പോൾ അവൾ ഭരത്തിനെ പറ്റിക്കിടന്നു. പതിയെ അയാളെ തന്നിലേക്ക് ക്ഷണിച്ചു. അല്പം കഴിഞ്ഞ് അയാളെ തന്നിലേക്ക് സ്വീകരിക്കുമ്പോൾ അവൾക്ക് മൻസൂറിനെ ഓർമ്മ വന്നു. മൻസൂറിൻ്റെ പുഞ്ചിരി തൂക്കുന്ന ചുണ്ടുകൾ, അയാളുടെ വെട്ടി ഒതുക്കി വെച്ച മീശ, മാടി ഒതുക്കി വെച്ച മുടി, സ്നേഹം തുളുമ്പുന്ന കണ്ണുകൾ. ഒരു നിമിഷം കണ്ണടച്ചപ്പോൾ തൻ്റെ കൂടെയുള്ളത് മൻസൂറാണെന്ന് അവൾക്ക് തോന്നി. കൈകൾ കൊണ്ട് ഭരതിനെ പുണരുമ്പോഴും മനസ്സ് നിറയെ പക്ഷേ മൻസൂറായിരുന്നു. അവളുടെ മനസ്സും ചിന്തകളും കൈവിട്ടു പോയിരുന്നു. അന്ന് പകൽ ആദ്യമായി കണ്ട ആ വീട്ടിൽ വെറും തറയിലാണ് താൻ കിടക്കുന്നതെന്നും തൻ്റെ കൂടെ കിടക്കുന്നത് മൻസൂറാണെന്നും അവൾ സങ്കല്പിച്ചു. എന്തോ ഒരു അഭിനിവേശം, ഒരു തീയായി അവളുടെ ശരീരമാകെ കത്തിപ്പിടിച്ചിരുന്നു. പതിവ് പോലെ വഴിപാട് കഴിക്കുന്നത് പോലെ എന്തോ ഒക്കെ കാട്ടിക്കൂട്ടി ഭരത്. എൻ്റെ മോളെ എന്ന് വിളിച്ച് അനസൂയയുടെ അപ്പുറത്ത് വീണ് കിതച്ചു. അനസൂയയ്ക്ക് ചെറിയ നിരാശ തോന്നിയെങ്കിലും പുറത്ത് കാണിച്ചില്ല. പക്ഷേ തൊട്ടടുത്ത നിമിഷം അവൾക്ക് ലജ്ജ തോന്നി. താൻ എന്താണ് ചെയ്തത്? മൻസൂറിനെ പറ്റി ഓർത്താണല്ലോ ഞാൻ. അവൾക്ക് ഭരത്തിനെ നോക്കാൻ പോലും കഴിഞ്ഞില്ല. അല്പം കഴിഞ്ഞ് ബാത്റൂമിൽ പോയപ്പോൾ അവൾ കണ്ണാടിയിൽ നോക്കി. വേറൊരു പുരുഷനെ ഒരു നിമിഷത്തേക്കെങ്കിലും ആഗ്രഹിച്ച ഒരു പെണ്ണിനെ അവൾ കണ്ടു. ഇല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. തന്നെ പുലുക്കിയത് തൻ്റെ ഭർത്താവ് തന്നെയാണ്. ഈ ശരീരവും മനസ്സും വേറെ ആർക്കും കിട്ടില്ല. അങ്ങനെ സ്വയം പറഞ്ഞ് ആശ്വസിച്ചു അവൾ. അടുത്ത ദിവസം മൻസൂറിനെ ഫോൺ ചെയ്യണമെന്നും സംസാരിക്കണമെന്നും ആദ്യം വിചാരിച്ചിരുന്നുവെങ്കിലും ആ രാത്രിയിലെ സംഭവം അവളെ ആകെ ഉലച്ചു. അയാളെ ഫോൺ ചെയ്യാൻ അവൾക്ക് ധൈര്യം വന്നില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മൻസൂർ അവളെ വിളിച്ചു. ആകെ കുഴഞ്ഞ മട്ടാണല്ലോ അനു. ഞാൻ വിചാരിച്ച ഫണ്ട് ഇതുവരെ വന്നില്ല. തനിക്ക് ധൃതിയുണ്ടോ? വല്ലാത്ത ധൃതി ഉണ്ടെങ്കിൽ ഞാനൊരു 25 വേറെ എവിടെന്നെങ്കിലും ഉടനെ ഒപ്പിക്കാം. അയാളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന് അനസൂയയ്ക്ക് പെട്ടെന്ന് തോന്നി. സാരമില്ല മൻസൂർ, ധൃതിയൊന്നുമില്ല, അവൾ പറഞ്ഞു. 3 ദിവസം കൂടി കടന്നുപോയി. തൻ്റെ പദ്ധതികളെല്ലാം താളം തെറ്റി എന്ന് അനസൂയയ്ക്ക് തോന്നി തുടങ്ങി. അനിത തന്നെയാണ് അവസാനം കാശിനൊരു പോംവഴി കണ്ടെത്തിയത്. ഞാൻ കാശ് മേടിച്ചിരിക്കുന്നത് ഹൈദരലി എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്നാണ്. പലിശയ്ക്കാണ്. എൻ്റെ ഒരു കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ വിചാരിച്ച സമയത്ത് തന്നെ കാശ് തിരിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അധികം പലിശയൊന്നും വരില്ല. നിൻ്റെ ഹസ്ബൻഡ് സമ്മതിച്ചിട്ടാണോ ഇതൊക്കെ? അനസൂയ ചോദിച്ചു. പുള്ളിയോട് പറഞ്ഞിട്ടൊക്കെയുണ്ട്. 4 കാശ് തടയണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തു എന്നാണ് മൂപ്പരുടെ ഒരു ഇത്. അനിതയുടെ വാക്കുകൾ അനസൂയയ്ക്ക് പ്രചോദനമായി. പക്ഷേ അവൾക്കറിയാം, ഭരത്തേട്ടനോട് പറഞ്ഞാൽ അദ്ദേഹം ദേഷ്യപ്പെടുകയുള്ളൂ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഈ ഹൈദരലി ഉണ്ടല്ലോ, പുള്ളി പരിചയമുള്ള ആളുകൾക്ക് മാത്രമേ പൈസ കൊടുക്കൂ. എന്നാൽ പിന്നെ നീ എനിക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്തിത്താ. അനിത ഒന്ന് ചിരിച്ചു. ഒരാളെ പരിചയപ്പെടുത്താനുള്ള പരിചയം എനിക്കുണ്ടോ എന്ന് അറിഞ്ഞൂടാ. എന്നാലും നോക്കാം അല്ലേ?